നമുക്കൊരു ഉപ്പുമാവ് കണ്ടാലോ? റവ 1 ഗ്ലാസ്, അതിനുശേഷം നമുക്ക് ഇൻഗ്രീഡിയൻസ് കാണാം. തേങ്ങ 2 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി, കറി ലീവ്സ്, ക്യാരറ്റ് ചോപ്പ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ. അതിനുശേഷം നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. റവയൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് മാറ്റി വെച്ചതിന് ശേഷം ആ ചീഞ്ചട്ടിയിലേക്ക് തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അത് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ചെറിയ ഉള്ളി ഇട്ടൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരുവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വേണ്ടാൽ മാത്രം മതി. തീ നമുക്കൊന്ന് സിമ്മിലേക്കാക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചെറിയ ഉള്ളിയും കറി ലീവ്സും കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റും അധികം വേവാനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചെറുതായിട്ട് അതിലൊന്ന് വഴണ്ട് വരണം എണ്ണയ്ക്കകത്തിട്ടിട്ട്. അതിനുശേഷം അതിലേക്ക് ചെറിയ ക്യാരറ്റിലൊരു ഉപ്പ് വരാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം തിളപ്പിച്ച വെള്ളം 1.5 ഗ്ലാസ്സാണ്. 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിന് തേങ്ങ ഇടാം. നല്ല ടേസ്റ്റാണ് തേങ്ങ ഇടുന്നത്. ഈ തേങ്ങയിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയാലേ നമുക്ക് വീണ്ടും കറക്റ്റായിട്ട് ചേർക്കാൻ പറ്റത്തുള്ളൂ. ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച് റവ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പെയ്യെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതി. നന്നായിട്ട് അതെല്ലാം ഒന്ന് ചേർന്നിടം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ സിമ്മിലായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, നല്ല അടിപൊളി ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഇത് നല്ല ഇളക്കി കഴിയുമ്പോൾ നല്ല ഫ്ലഫിയും സോഫ്റ്റും ഉപ്പുമാവാണ്. കട്ടയൊന്നും പിടിച്ചിട്ടില്ല. നല്ല അടിപൊളി ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. പക്ഷേ പച്ചമുളകോ വറ്റൽമുളകോ ചേർത്താൽ നെഞ്ചിരിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതൊന്നും ചേർക്കാത്തത്. നിങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഈ ഉപ്പുമാവ് മാംഗോ വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല പഴുത്ത മധുരമുള്ള മാംഗോ എടുത്ത് അതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര എമ്മി ആൻഡ് ഡെലീഷ്യസ് ആണ്. ഇത് ട്രൈ ചെയ്യാത്തവരെല്ലാം ട്രൈ ചെയ്യുക.